ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മൂലം 12 രാശികളിൽപ്പെട്ട ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും അധികം ഐശ്വര്യങ്ങളും സാമ്പത്തിക ലാഭവും യോഗഫലങ്ങളുമൊക്കെ വന്നു ചേരുന്നത് എന്നതിനെപ്പറ്റിയാണ്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ ഈയൊരു വക്രഗതി സമയം ആരംഭിക്കുന്നത് 2024 ഒക്ടോബർ 9 മുതലാണ്. 2025 ഫെബ്രുവരി 4 വരെയുള്ള സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി കാലം. ഈ ഒരു വക്രഗതി സമയത്ത് ചില രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലങ്ങൾ, വളരെയധികം നന്മകളാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ ഇപ്പോഴത്തെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ചില രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത്ര നല്ല അനുഭവങ്ങളല്ല നൽകിയിട്ടുള്ളത്. വ്യാഴം ദോഷം നൽകുന്ന ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചില രാശിക്കാരുമുണ്ട്. അങ്ങനെയുള്ള രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണഫലങ്ങൾ നൽകും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് വ്യാഴമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ആ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഫലങ്ങളെപ്പറ്റിയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ജനന ജാതകപ്രകാരം നിങ്ങൾ ഏത് ലഗ്നക്കാരനാണ്, ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഏത് ദശാകാലഘട്ടമാണ് നടക്കുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ വ്യാഴദശയാണോ നടക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ, ഇനി മുന്നോട്ട് ആരംഭിക്കാനിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലഘട്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കിയാൽ വളരെ ഉത്തമമാണ്. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ ജാതകവശാൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ജാതകം പരിശോധിച്ച് മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വ്യാഴം അത്രമേൽ ശുഭത്വം നൽകുന്ന ഒരു സമയമാണ് വക്രഗതി സഞ്ചാര കാലഘട്ടം പല രാശിക്കാർക്കും. ഇനി ഏതൊക്കെ രാശിക്കാരെ സംബന്ധിച്ചിട്ടാണ് വ്യാഴത്തിൻ്റെ വക്രഗതി ഐശ്വര്യം, സാമ്പത്തിക നേട്ടം, ലാഭം, ഭൂമി ലാഭം, അതുപോലെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ, നന്മകൾ നൽകുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയാണുള്ളത്. വ്യാഴം നിങ്ങൾക്കിപ്പോൾ ജന്മത്തിൽ നിങ്ങളുടെ ജന്മരാശിയിൽ 1-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പൊതുവേ ഇടവം എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ്റെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം അത്ര വലിയ ഗുണഫലങ്ങൾ നൽകാറില്ല. കാരണം ശുക്രൻ്റെ രാശിയായ ഇടവം, തുലാത്തിനൊക്കെ വ്യാഴം ഒരു പാപഗ്രഹമാണ്. എന്നാൽ ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ വിട്ടുമാറി വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ നൽകുന്ന അനുഭവം ഉണ്ടാകും. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇടവം രാശിക്കാരായ കാർത്തിക, മകയിരം, രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മകൾ, ഒരു നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ അതിനൊരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെയോ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നിമിഷം മതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ നന്മകൾ സംഭവിക്കാൻ. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം വളരെ ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയും നാളും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ ഇത്രയും നാൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു നേട്ടം, ഒരു അഭിവൃദ്ധി, ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു കാലം നിങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഒരുപാട് കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം, ചിലർക്ക് ഒരു ഭൂമി വാങ്ങണം, നല്ലൊരു ഭവനം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗം, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി സമയം.
പിന്നീട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ആരൊക്കെയാണോ ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം, ഉന്മേഷം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ മനസ്സിന് തന്നെ ഒരു സന്തോഷവും സുഖവും വന്നു ചേരും. മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ, കടബാധ്യതകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം, നല്ല ഗുണഫലം അനുഭവത്തിൽ വരും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ആ അഷ്ടമാധിപതി ഇപ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അഷ്ടമാധിപതി വക്രം അടയുന്ന സമയമാണ്. അഷ്ടമമെന്ന് പറയുന്നത് നമുക്ക് ദോഷഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു ഭാവമല്ല. അഷ്ടമത്തിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. വ്യാഴം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ അഷ്ടമത്തിലെ നന്മകളായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു വ്യാഴമാറ്റം സംഭവിച്ച കാലം മുതൽ ഇടവം രാശിക്കാരായ പല വ്യക്തികളും, നമ്മൾ പറയാറില്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയൊരനുഭവമുണ്ട്. അതുപോലെ വണ്ടി വാഹന അപകടങ്ങൾ, ചിലർക്ക് വളരെ പെട്ടെന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരും, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ബിസിനസ്സിലൊക്കെ പെട്ടെന്നൊരു നഷ്ടം, ഒരു സാമ്പത്തികമായിട്ട് ഒരു പരാധീനത, കടബാധ്യതകളൊക്കെ അനുഭവപ്പെട്ടവരും നിരവധിയാണ്. വ്യാഴം അഷ്ടമാധിപതി ആയതുകൊണ്ട് ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം സ്വന്തം ജനന ജാതകത്തിൽ നല്ലൊരു ദശാകാലം നടക്കുന്നവർക്ക് മാത്രമാണ് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവത്തിലില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സ്വന്തം ജനന ജാതകത്തിലും കൂടെ ഏതെങ്കിലും ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുകയാണ്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ തന്നെ ദശയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദോഷഫലങ്ങൾക്ക് ശക്തി കൂടും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാഴമാറ്റം സംഭവിച്ചത് മുതൽ ഇടവം രാശിയിൽപ്പെട്ടവർക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വന്ന സ്ഥിതി. അതുപോലെ കർമ്മ മേഖലയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സം, ബുദ്ധിമുട്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിച്ച് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിൻ്റേതായ തടസ്സം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ. ആഗ്രഹിച്ചൊരു വീട് നിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ അവസ്ഥ. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം നൽകിയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ആ ഒരു മാറ്റം അനുഭവപ്പെടും. വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. നിങ്ങൾക്ക് നല്ലൊരു വിവാഹം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ യോജിച്ച ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. ജന്മത്തിൽ അഷ്ടമാധിപതി സഞ്ചരിക്കുന്ന കാലമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണ് ആ സമയത്ത് ആ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർ അനുഭവിക്കുന്നത്. ആ അഷ്ടമാധിപതി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയമെന്നുള്ളതാണ് സത്യം. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും. ഒരു നല്ല ജോലി ആഗ്രഹിച്ച നല്ല ജോലി ലഭിക്കും. വിദേശ ജോലിക്കുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന കർമ്മത്തിൽ, ബിസിനസ്സിലൊക്കെ ഉള്ള നഷ്ടങ്ങൾ, കഷ്ടങ്ങളൊക്കെ വിട്ടുതീരും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. അങ്ങനെ ഒരുപാട് നന്മകളാണ് നിങ്ങൾ ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെ സ്ഥിതിയും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. ഈ ഒരു വക്രഗതി കാലഘട്ടം ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി വളരെയധികം നേട്ടങ്ങൾ, ധനലാഭമാണ് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. വ്യാഴം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭച്ചിലവുകൾ, നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായിട്ടും വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് 10-ാം ഭാവമായി കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ മിഥുനം രാശിയിൽപ്പെട്ട ആരൊക്കെയാണോ സ്വന്തം ജോലി, ബിസിനസ്, തൊഴിൽ, കർമ്മത്തിൽ കൂടെ വിഷമം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അവരെ സംബന്ധിച്ച് കർമ്മപരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന അവസ്ഥയുണ്ടാകും.
ചെയ്യുന്ന ജോലിയിൽ നേരിട്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക. അവരവർ ആഗ്രഹിച്ചതുപോലെ വളരെ നല്ല രീതിയിൽ ആ ജോലി കർമ്മമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പദവി മാറ്റം, ഒരു ഉയർച്ച, സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ് മിഥുനരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് പോലും നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. വിദേശ ജോലി ആഗ്രഹിച്ചാൽ വിദേശ ജോലിക്കുള്ള ഭാഗ്യം. വിദേശത്ത് ജോലി ചെയ്യുന്ന മിഥുനം രാശിയിൽപ്പെട്ടവർക്കും നിങ്ങളുടെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ്, തൊഴിലൊക്കെ നടത്തുന്ന മിഥുനരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, അലച്ചിലുകളൊക്കെ അവരവരുടെ കർമ്മ മേഖലയിൽ, ബിസിനസ്സിൽ, തൊഴിലിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ അലച്ചിലുകൾ, പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് ഒരു ധനലാഭം, ധനനേട്ടം ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ, കർമ്മ മേഖലയിൽ ഒരു ഉയർച്ച ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. മിഥുനരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിലൊക്കെ ആരംഭിക്കാനായിട്ട് അതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മിഥുനരാശിക്കാരാണെങ്കിൽ ആ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസം ഒഴിവായി നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം വന്നു ചേരുന്ന സമയവുമാണ്. ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ഇപ്പോൾ നിങ്ങൾ മിഥുനരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകും. സാമ്പത്തികപരമായിട്ടുള്ളൊരു നേട്ടം, ഒരു ഗുണഫലം നിങ്ങൾക്ക് നൽകും. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനായതുകൊണ്ട് ധനപരമായിട്ട്, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ്. പ്രധാനമായിട്ടും ഒരുപാട് യാത്രകൾ, പലതരത്തിലുള്ള യാത്രകൾ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭവും കൂടെയാണ്. പലരും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന യാത്രകൾ, ചിലരെ സംബന്ധിച്ച് ആഗ്രഹിച്ച പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന സ്ഥലങ്ങളോ സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതുപോലെ വിദേശ യാത്ര, വിദേശവാസത്തിനുള്ള യോഗം. ചില വ്യക്തികളെ സംബന്ധിച്ച് സ്വന്തം സന്താനങ്ങളുടെ കൂട്ടത്തിൽ വിദേശത്ത് വസിക്കുന്ന കുട്ടികളുടെ കൂടെ പോയി താമസിക്കാനുള്ളൊരു ഭാഗ്യം, യോഗമൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതിൽ ഈ ഒരു മിഥുനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്ത് പോയിട്ടുള്ള ഉപരിപഠനം, അതിനൊക്കെയുള്ള വളരെ സാധ്യതയുള്ള സമയം. ആഗ്രഹിച്ച രീതിയിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയവുമാണ്. പ്രധാനമായും മിഥുനരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി പല ശുഭച്ചിലവുകളും വന്നു ചേരും. ശുഭച്ചിലവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഭൂമി എന്ന ഭാഗ്യം, ഒരു ഭൂമിയോഗം, ഗൃഹയോഗം വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഭവനം പുതുക്കി പണിയുവാനുള്ള ഒരു അവസരം, ഭാഗ്യം വന്നു ചേരുക. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ചൊരു ശുഭച്ചിലവുകൾ, അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ, കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ മംഗല്യഭാഗ്യം വന്നു ചേരുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള സമയമാണ്. അതുപോലെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി നല്ല മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയം. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം അവരവരുടെ തൊഴിൽ, കർമ്മ മേഖലയിലും അവരവരുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് കർമ്മത്തിൽ കൂടെ ഉയരുവാനും ആ കർമ്മം മുഖാന്തരം നിങ്ങൾക്ക് നല്ലൊരു ധനവരവ്, സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന സമയവുമാണ്. അതുപോലെ തന്നെ മിഥുനരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർ, അവർക്കൊരു സന്താന ഭാഗ്യത്തിനൊക്കെയുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം. നിങ്ങൾ സന്താന ഭാഗ്യത്തിനായി നടത്തി വന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിലെത്തുന്ന ഒരു നല്ല കാലത്തിൻ്റെ, സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി അത് പ്രയോജനപ്പെടുത്തുക. സ്വന്തം ജനന ജാതകം നോക്കി ജാതകവശാൽ നടക്കുന്ന സമയം, കാലം ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ ദശയാണോ എന്നൊക്കെ നോക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള ഫലമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം നിങ്ങൾ മിഥുനരാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് ഏറ്റവും അധികം നേട്ടങ്ങൾ, ഏറ്റവും അധികം ഗുണഫലങ്ങളാണ് നൽകുന്നത്. പൊതുവെ ശുക്രൻ്റെ രാശിയായ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അത്രമേൽ പാപഗ്രഹമാണ്. ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവുമാണ്. അപ്പോൾ അഷ്ടമ വ്യാഴമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ വലിയ ദോഷഫലങ്ങൾ നൽകില്ല. കാരണം അഷ്ടമം ഒരു
ഭാവം കൂടെ ആയതുകൊണ്ട് വ്യാഴമെന്ന ഗ്രഹത്തിൽ നിന്ന് അത്ര വലിയ ദോഷങ്ങൾ ലഭിക്കുന്നില്ല. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലം, ഈ ഒരു സമയം പൊതുവേ അഷ്ടമഭാവം നിങ്ങൾക്ക് ഇടവം രാശി കൂടിയായിട്ടാണ് വരുന്നത്. വ്യാഴം തുലാം രാശിക്കാർക്ക് പൂർണ്ണ പാപനാണെങ്കിലും നിങ്ങൾക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശുക്രൻ്റെ രാശിയായി ഇടവത്തിൽ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമം മറവുഭാവം ആയതുകൊണ്ടും ഒരുപാട് വലിയ ദോഷങ്ങൾ ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം നിങ്ങൾക്ക് നൽകില്ല. വ്യാഴം ഒക്ടോബർ 9 മുതൽ വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്, അതിൻ്റെ ആരംഭമാണ്. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ ഉണ്ട്. അപ്പോൾ പൊതുവെ വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. പൊതുവെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് വളരെയധികം മനസ്സമാധാനം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരവസ്ഥ വന്നു ചേരും. മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, ശുഭാപ്തി, വിശ്വാസം, ആത്മധൈര്യം ലഭിക്കുന്ന അനുഭവമാകും ഉണ്ടാവുക. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയം. ഇതുവരെ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും വളരെ നല്ല വേഗതയിൽ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന സമയം, കാലം എന്ന് തന്നെ പറയാം. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഓരോ തരത്തിലാണ് ആഗ്രഹങ്ങൾ. ചിലർക്കൊരു നല്ല ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ ജോലിയിലൊരു നല്ല മാറ്റമോ ഉയർച്ച ലഭിക്കുന്നതോ മുഖാന്തരമായിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് അവരവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്നതിൽ കൂടെ ലഭിക്കുന്ന ഒരു സുഖം, സന്തോഷമായിരിക്കാം. ചില വ്യക്തികളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലൂടെ, കടബാധ്യതകൾ വിട്ടുമാറുന്നതിലൂടെ ഒക്കെ ആ ഒരു മനസമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ഇതിന് പ്രധാനമായിട്ട് പറയുന്നത് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് തുലാം രാശിക്കാരെ സംബന്ധിച്ച് രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകളൊക്കെ നൽകുന്ന ഗ്രഹമാണ്. ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവുകളും നിങ്ങളെ വിട്ടുമാറുന്ന സമയമെന്നുള്ളതാണ് ചുരുക്കം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു രീതിയിൽ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ളൊരു ധനവരുമാനം, ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. അതുമൂലം നിങ്ങളുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങളൊക്കെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഉണ്ടായവരൊക്കെ നിരവധിയാണ്. അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, അപകടങ്ങളിൽ കൂടെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ആരോഗ്യവും ലഭിച്ച് പഴയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ സ്വന്തം ബന്ധങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളോട് പരിഭവം അല്ലെങ്കിൽ ശത്രുവായിട്ട് കാണുന്ന രീതി, അത് വിട്ടുമാറുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ കാലയളവിൽ നിങ്ങളിൽ വന്നു ചേരും. പൊതുവെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളോ മറ്റ് കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സമയം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയം. അത് വിവാഹ ദാമ്പത്യ ജീവിതത്തിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന കേസ് വഴക്കുകളാണെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന സമയമാണ്. പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളാണ് നിങ്ങളെ തേടി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ആയുസ്സിന് നല്ല ദൈർഘ്യം, ബലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളുമായിരിക്കും ഈ കാലഘട്ടങ്ങൾ അനുഭവത്തിൽ വരിക. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിത അഭിലാഷമായിരുന്നു ചില കാര്യങ്ങളെന്നൊക്കെ ചില വ്യക്തികൾ പറയും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന സമയമാണ്. അത് കർമ്മ മേഖലയിലും ദാമ്പത്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വരും. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം ജാതകപ്രകാരം വ്യാഴദശയാണോ, അതുപോലെ വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് ജാതകവശാൽ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ,
അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ ഉത്തമമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുകയാണ്. വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ മറഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ 6-ാം ഭാവം നിങ്ങൾക്ക് ഇടവം രാശി, ധനു, മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനാണ്. വ്യാഴത്തിൻ്റെ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം രാശ്യാധിപതിയും ധനു, മീനത്തിലൊക്കെ ജനിച്ചവർക്ക് ലഗ്നാധിപതിയുമാണ്. ഇങ്ങനെ നിങ്ങളുടെ രാശ്യാധിപതിയും ലഗ്നാധിപതിയും നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ മറയുകയും 6-ാം ഭാവം ഇടവം രാശിയായിട്ട് വരികയും ചെയ്യുന്നത് കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടെയാണ് കഴിഞ്ഞ വ്യാഴമാറ്റം സംഭവിച്ചത് മുതൽ ചില വ്യക്തികളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി ഏറ്റവും അധികം നേട്ടങ്ങൾ, മാറ്റങ്ങൾ നൽകുന്നത് ധനുരാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിലാണ്. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ധനുരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ആരൊക്കെയാണോ കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല മാറ്റം, ഗുണഫലമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മറികടന്ന് മുന്നോട്ട് പോകുവാൻ തക്ക തരത്തിൽ ഒരു വരുമാന മാർഗം, ഒരു സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ആശുപത്രി വാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളോ ഒക്കെ വളരെയധികം പുരോഗതി കൈവരികയും നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ്. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ധനുരാശിയിൽപ്പെട്ട ചിലർക്ക് ചില വണ്ടി വാഹന അപകടങ്ങൾ, മറ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള രോഗദുരിതങ്ങളൊക്കെ കൊണ്ട് അലയുന്നവർ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് വരുവാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ശത്രുതകൾ, എതിർപ്പുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ്. പലർക്കും സ്വന്തം ദാമ്പത്യ കുടുംബ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും ജോലി ചെയ്യുന്ന കർമ്മ മേഖലയിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകൾ, ശത്രുതകളൊക്കെ നേരിടുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഭൂമി സംബന്ധമായിട്ടോ മറ്റോ എന്തെങ്കിലും കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ, അത് ദാമ്പത്യ കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറിപ്പോകുന്ന ഒരു സമയമാണ്. കേസ് വഴക്കുകളൊക്കെ അനുകൂലത്തിൽ വരുന്ന സമയം. പൊതുവേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള എല്ലാ നെഗറ്റീവുകളും, എല്ലാ ദോഷങ്ങളും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി സമയം മുതൽ നിങ്ങൾക്ക് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ വളരെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. പലർക്കും പലതരത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹമായിരിക്കും അവരവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. വ്യാഴം നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖങ്ങൾക്ക് ഒരു ഹാനി, ഒരു ബുദ്ധിമുട്ട് ലഭിച്ച രാശിക്കാരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളാൽ സാധിക്കാൻ പറ്റുന്ന സമയം. മനസ്സിന് തന്നെ ഒരു സന്തോഷം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം വന്നു ചേരും. അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ, ചെയ്യുന്ന ജോലി എന്താണോ അതിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ, നല്ലൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും അതൊരു ഈശ്വരാനുഗ്രഹം, ഒരു ധനലാഭം, ഒരു ഉയർച്ച ഒക്കെ ലഭിക്കുന്ന സമയമാണ്. മാനസികമായും ശാരീരികമായും ഒരു സുഖം, സന്തോഷം, സമാധാനം, തൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖം എന്നുള്ളത് ആ വ്യക്തി നല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. അതുപോലെ ഒരുപാട് കടബാധ്യതകൾ, പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ആ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം, സുഖം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ സന്തോഷമായി മുന്നോട്ട് പോവുക.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്നത്. നിങ്ങൾ ധനുരാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന സമയം. എല്ലാവിധ കടബാധ്യതകളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കത്തക്ക തരത്തിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു നന്മ, ഒരു നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയവുമാണ്. പൊതുവെ കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും നിലനിന്നിരുന്ന ശത്രുതകൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം ഒക്കെ ലഭിക്കുന്ന സമയം. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ വളരെ ലഭിക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ജീവിതത്തിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുക. സ്വന്തമായി ഭൂമി, ഗൃഹയോഗത്തിനുള്ള ഭാഗ്യമൊക്കെ ഈ ധനകാരകനായ വ്യാഴം, സുഖസ്ഥാനത്തിൻ്റെ അധിപതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകും. സന്തോഷമായി സമാധാനമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. ഈ ഒരു സമയം ധനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനനജാതകം പരിശോധിച്ച് വ്യാഴദശയാണോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ മനസ്സിലാക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ, ഉയർച്ചകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഈ കാലത്തെ, സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദി പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ധനുരാശിക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ശനിയും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് വളരെ ഒരു ഗുണഫലങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഈ സമയം, വ്യാഴം കേന്ദ്രഭാവത്തിൽ വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4-ാം ഭാവം കേന്ദ്രസ്ഥാനമായിട്ട് വരികയും അത് ശുക്രൻ്റെ രാശി കൂടിയാണ് ഇടവം. ഈ രാശിയിൽ നിങ്ങൾക്ക് പാപനാണ് വ്യാഴം. ആ പാപനായ വ്യാഴം വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങളാണ് വന്നു ചേരുന്നത്. കാരണം വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്, ധനകാരകനാണ്. പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകളിൽ നിന്നൊരു മോചനമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാരാണെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു വരുമാന മാർഗം, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേർന്ന് നിങ്ങൾക്കൊരു ധനവരവ് വന്നു ചേരുന്ന സമയം. അതുപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. പലരുടെയും കുടുംബത്തിൽ ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം, മംഗല്യം നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനുമുള്ള യോഗം വന്നു ചേരും. ഗൃഹപ്രവേശം നടത്താൻ വരെ ഭാഗ്യമുള്ള ഒരു നല്ല സമയമാണ്. സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിലൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി പരസ്പരം ഒരു സന്തോഷം, സുഖമൊക്കെ അവരവരുടെ കുടുംബത്തിൽ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിൽ അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളുണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയിട്ടും ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് പലരെയും സംബന്ധിച്ച്. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ അത്രമേൽ ഉയർച്ച ലഭിക്കാതിരിക്കുകയും ജോലിയിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സ്വന്തമായൊരു ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറിപ്പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ളൊരു മുന്നേറ്റം, ഒരു നല്ല മാറ്റം, ഗുണഫലം വന്നു ചേരും. സ്വന്തമായൊരു തൊഴിൽ സംരംഭം, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ധനവരവ്, ഒരു സമ്പാദ്യം,
ഒരു ഉയർച്ച ഒക്കെ നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലാഭം. കഴിഞ്ഞ കുറേ കാലങ്ങളെ ലാഭമെന്ന ഒരു വാക്ക് കേൾക്കാനുള്ള സാധ്യത കുംഭം രാശിക്കാർക്ക് ഉണ്ടായി കാണില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾക്കൊരു സേവിങ്സ്, ഒരു സമ്പാദ്യമായിട്ട് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം. ഈ സമയത്തെ നിങ്ങൾ കുംഭം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. മുടങ്ങിക്കിടന്നിരുന്ന ജീവിതത്തിലെ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണം ഒക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയം. പലതരത്തിലുള്ള ബാങ്ക് ലോണിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ള ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ 4-ാം ഭാവം സുഖസ്ഥാനത്തെ കുറിക്കുന്നതായതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ആർക്കൊക്കെയാണോ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നത്, അങ്ങനെയുള്ളവരെ ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് പരിഹരിച്ച് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുക. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന സമയവുമാണ്. അതുപോലെ അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്ന സമയവും. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് കുംഭം രാശിക്കാർക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ, അപ്രതീക്ഷിത ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ധനകാരകനാണ് വ്യാഴം. ആ വ്യാഴം 4-ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് വക്രഗതിയിൽ, ഇടവം രാശിയാണ്. അതിൽ വക്രഗതി സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് വളരെ വളരെ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയം. ധൈര്യമായി ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന കാലം, ദശ, ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത്, ശുഭനാണോ പാപനാണോ, വ്യാഴദശയാണോ നടക്കുന്നത്, നിങ്ങളുടെ ലഗ്നത്തിന് വ്യാഴം ശുഭനാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ ഉത്തമമായ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴത്തിൻ്റെ വക്രഗതി സർവൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ, ഐശ്വര്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ ഇടവത്തിൽ സഞ്ചരിക്കുന്ന സമയം, വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം, ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മധൈര്യം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന സമയം. ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നിങ്ങൾക്കൊരു നല്ല ഒരു മുന്നേറ്റം, മാറ്റം ലഭിക്കുന്ന സമയമാണ് വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. അതുപോലെ മീന ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപനും വ്യാഴമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവത്തിൽ ഗുണഫലങ്ങൾ നൽകുന്ന രീതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം, ഏറ്റവും നല്ല സമയമാണ്. വ്യാഴം നിങ്ങളെ തന്നെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയം. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്കൊരു നല്ല ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഉയർച്ച ഒക്കെ വന്നു ചേരണം, സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നല്ലൊരു ലാഭം, വരുമാനം ഉണ്ടാകണം. ഈ ആഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങളുടെ കർമ്മത്തിൽ ഒരുപാട് ഉയർച്ച നൽകും. പ്രത്യേകിച്ച് വ്യാഴം മീനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്ന ഒക്ടോബർ 9 മുതൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി കർമ്മത്തിൽ നല്ലൊരു ഉയർച്ച ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പദവി മാറ്റമോ ഉയർന്ന മറ്റ് സ്ഥാനമാനങ്ങളോ ഇടം മാറ്റമോ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിദേശ ജോലി ഭാഗ്യം, വിദേശത്ത് ജോലി ചെയ്യുന്ന മീനരാശിക്കാർക്കും വളരെ നല്ല കാലഘട്ടമാണ് കർമ്മത്തിൽ കൂടെ ഉയരാൻ. പലരും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലരെ സംബന്ധിച്ച് സർക്കാർ സർവീസിൽ വരെ എത്തിച്ചേരാനുള്ള യോഗമുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. ആ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴം വഹിക്കുന്നത്. സ്വന്തമായി തൊഴിൽ, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിലേക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി കർമ്മത്തിൽ കൂടെ നല്ലൊരു ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയവുമാണ്. കർമാധിപതിയാണ് വ്യാഴം. സ്വന്തമായിട്ടൊരു പുതിയ ബിസിനസ്സൊക്കെ, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വക്രഗതി കാലഘട്ടം വളരെ വളരെ ഗുണഫലം നൽകും. പലർക്കും ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു സമയമാണ്.
മനസ്സിന് തന്നെ സുഖം സന്തോഷമൊക്കെ വന്നു ചേരും. എല്ലാ മനപ്രയാസങ്ങളും കഷ്ടതകളും വിട്ടുമാറുന്നൊരു സമയമാണ്. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കും. വിദേശ ജോലി ഭാഗ്യത്തിന് ആഗ്രഹിച്ചാൽ അത് ലഭിക്കുന്ന സമയം. സ്വന്തമായൊരു ഭൂമി ഗൃഹയോഗത്തിനുള്ള കാലം, വണ്ടി വാഹന യോഗത്തിനുള്ള കാലമൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്രമേലൊരു ഈശ്വരാനുഗ്രഹം വ്യാഴത്തിൽ നിന്ന് ലഭിക്കുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യമുണ്ടാകും. അതുപോലെ മീനരാശിക്കാരായ പല വ്യക്തികൾക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനാവശ്യമായിട്ട് ഒരുപാട് ചിലവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവുണ്ടാകും. നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ഒരു പണം ചിലവാക്കിയാലും അതൊക്കെ ചിലവായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവത്തിലുണ്ട്. ഒരുപാട് ചിലവുകൾ അനുഭവത്തിൽ വന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചിലവുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. ശുഭചിലവുകളും മംഗളകാര്യങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ അതൊരു സേവിങ്സായിട്ട് മാറ്റുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരും. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം മീനരാശിക്കാർക്ക് വിട്ടുമാറി അനുയോജ്യമായ ജീവിത പങ്കാളി ലഭിക്കുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം, അതൊക്കെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. പൊതുവേ മീനരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി സഞ്ചാര കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളൊക്കെ നൽകുന്ന രീതിയിലാണുള്ളത്. ഈ സമയത്തെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സ്വന്തം ജനന ജാതകം നോക്കി ഈ ഒരു സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ ഏതാണ്, വ്യാഴത്തിൻ്റെ ദശയാണോ, വ്യാഴം ജാതകത്തിൽ ശുഭനാണോ പാപനാണോ, അങ്ങനെ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്തു പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരകാലം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.